നമസ്കാരം. ഇത് 70 വയസ്സുള്ളൊരു സ്ത്രീ, എൻ്റെ വകയിലൊരു പെങ്ങളാണ്. അവൾക്കുള്ളത്ര കാമം ഭൂമിയിലായിരിക്കും ഉണ്ടാവില്ല. എത്ര കളിച്ചാലും മതിയാവില്ല. 70 വയസ്സായി. ഇപ്പോൾ അവളുടെ ബോഡിയൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും. 5 മണിക്ക് എണീറ്റ് എക്സർസൈസ്, അതേപോലെ കർക്കിടക മാസത്തിലൊക്കെ ഉണ്ട് സുഖചികിത്സ. പൈസ ഉണ്ട് ഇഷ്ടം പോലെ. ഇവൾക്ക് പണിയെടുത്ത് കൊടുത്താൽ പൈസ കിട്ടും. അങ്ങനെ ഇവിടെ ഉള്ള ഒരുത്തനെ കൊണ്ട് എടുപ്പിക്കലുണ്ട് പൈസക്ക്. അപ്പോൾ ഇവനും എൻ്റെ ഏട്ടനും കൂടി അരിക്കച്ചവടം തുടങ്ങി. അരിക്കച്ചവടം തുടങ്ങി ആന്ധ്ര എന്നൊക്കെ കൊണ്ടുവന്ന് ഇവരിപ്പോൾ റിച്ചായും. അപ്പോൾ ഇപ്പം പൈസക്ക് അവന് പണിക്ക് വരാൻ താല്പര്യമില്ല. അത് മാത്രമല്ല, ഇവനും കുറച്ച് ഏജായി. ഇവൻ്റെ അടുത്ത് പ്ലെൻറ്റി ഓഫ് മണിയല്ല. അപ്പോൾ ഇവന് എവിടെയെങ്കിലും ഒപ്പിക്കാൻ നല്ല നല്ല സാധനത്തിനൊക്കെ അവൻ ഒപ്പിക്കും. ഇവള് ഫോൺ വിളിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒഴിവ് പറയും, അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒരു മുട്ടുശാന്തിക്ക് അടിച്ചു കൊടുക്കും. ഇവക്കാണെങ്കിൽ കഴപ്പം മൂത്തിട്ട് വയ്യ. സ്വയംഭോഗം ചെയ്യും. വൈബ്രേറ്റർ വരെ ഉണ്ട് അവളുടെ അടുത്ത്. അയ്യോ. എന്നിട്ട് ഇവള് എൻ്റെ അടുത്ത് ഫോൺ വിളിക്കുക, എടാ മറ്റവനിപ്പോൾ അങ്ങനെ വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരണുള്ളൂ. വേറൊരുത്തൻ സെറ്റായിട്ടുണ്ട്, അവിടെ വീട്ടിൽ പണിക്ക് വരുന്നവനാണ്. പക്ഷേ അവന് മോഡലൊന്നും അറിയില്ല. പറഞ്ഞ പോലെ അവന് ഇതിലൊരു ഉസിരില്ല. പിന്നെ ഒരു മുട്ട് ശാന്തിക്ക് ഞാനിങ്ങനെ അവനെ കൊണ്ട് എടുപ്പിക്കലുണ്ട്. നീ ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് നല്ല മോഡൽ പണിയെടുക്കാൻ പറ്റിയ ആരെങ്കിലും നീ ഒന്ന് സെറ്റാക്കി തരുമോ ചോദിച്ച്. ഞാൻ പറഞ്ഞ് ഞാനെവിടെ നിന്ന് സെറ്റാക്കുന്നത്, ഞാൻ എന്താ ബ്രോക്കറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഒരു നമ്പർ ഇട്ട് കൊടുത്ത് ആ നമ്പറിൽ ഇവൾ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ നമ്പർ നിലവിലില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവള് ആരെയൊക്കെ ഹൈ സൊസൈറ്റിയിൽപ്പെട്ട പെണ്ണിനോടൊക്കെ ചോദിച്ച് ഈ കൂലിക്ക് കളിച്ചു കൊടുക്കുന്ന ചെക്കന്മാരുണ്ട് എറണാകുളത്തൊക്കെ. ഇവളുടെ വീട് എറണാകുളം ആലുവ ആ ഏരിയ. എറണാകുളത്ത് നിന്ന് ഒരുത്തരം സെറ്റാക്കി. ഇപ്പം ഇവളുടെ വീട്ടിൽ ഇവള് മാത്രമേ ഉള്ളൂ. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ വലിയൊരു നായയും നിറയെ ജാതിക്കാമരവും റബ്ബർ എസ്റ്റേറ്റും പൂത്ത പണമാണ് ഇവളുടെ അടുത്ത്. അപ്പോൾ ഒരുത്തൻ വന്ന് അവൻ കളിച്ച്, എന്നിട്ട് എന്നെ വിളിച്ച്, അത് ശരിയാവില്ലടാ, അവനൊക്കെ ശരിക്കും പണിക്ക് കൂലിക്ക് വന്നാണെന്ന് മനസ്സിലാവും. നമ്മൾ പറയണ മാത്രം ചെയ്തൊരു യന്ത്രം പോലെ ആവേശം കാട്ടണില്ല. ഞാൻ പറയാം, ആവേശം കാട്ടണത് നിനക്ക് ഇത്ര വയസ്സായില്ലേ, അവൻ തെക്കനല്ലേ. ഇവള് പറഞ്ഞു എനിക്ക് വയ്യത് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളത് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഞാനിവിടുന്ന് വണ്ടി കയറി. എന്നെ കൊണ്ട് പറ്റുന്ന മോഡലൊക്കെ ഞാൻ കൊടുത്തവർക്ക്. എത്ര കളിച്ചാലും മതിയാവില്ല അതിന്. ഇപ്പോൾ ഒരു പണിയെടുത്ത് ഇപ്പം തന്നെ ഒരു പണിയെടുത്താൽ അവൾക്കൊരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ താങ്ങും, ഈസി ആയിട്ട് താങ്ങും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഇപ്പോൾ ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പരപ്പനങ്ങാടി അവിടെ ബസ് സ്റ്റാൻഡിൽ +2 കുട്ടികളെ കെട്ടിപ്പിടിക്കുക തുമ്പിക്കുക എന്തോ സംഭവം കിസ് ചെയ്യണം. അയ്യോ, ഇവിടെ ആർക്കും ഒരു ഉപകാരമില്ലാത്ത കുറേ സദാചാര മലബാണങ്ങളുണ്ട്. കരച്ചിലോട്ട് കരച്ചിൽ. ഒരു 18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ഇവർക്ക്. ഇപ്പോൾ 10ാം ക്ലാസ് അല്ല +2 ഒക്കെ പരീക്ഷ കഴിയാണ്. ചിലപ്പോൾ പിന്നെ ഇവർ ജീവിതത്തിൽ കാണണമെന്നില്ല. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ലോ, ഈ ലോകത്ത് ഇവിടെ എല്ലാ കോണിലും അവരുടെ പ്രായക്കാർ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് കാണാൻ സൗകര്യം ഇപ്പോൾ അവൈലബിളാണ്. അവർ നെറ്റ് ഓപ്പൺ ചെയ്ത ബ്രസീലിലെ കുട്ടികൾ, അതേ പ്രായക്കാർ, യൂറോപ്പിലെ കുട്ടികൾ, US, കാനഡ, കൊറിയ, എല്ലാ രാജ്യത്തും അവരുടെ പ്രായക്കാർ എന്തൊക്കെ ചെയ്യണമെന്ന് ഇവർ ലൈവ് കാണുന്നുണ്ട്. ഇവിടെ മാത്രം കെട്ടിപ്പൂട്ടിട്ടൊരു കേരളത്തിലൊരു സംസ്കാരമില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കോണത്തിലെ സംസ്കാരം ഇവിടെ ഉണ്ടായത്. പണ്ടൊക്കെ ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, അറബികൾ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ അവരൊക്കെ വന്ന് കളിച്ച്. എൻ്റെ അമ്മോ, ഞാൻ പറയാനില്ല, ഇവിടെ ഒരുപാട് മിക്സ് നടന്നിട്ടുള്ള സ്ഥലം.
തമ്പ്രാക്കളുടെ കാര്യം പറയണ്ട. പണക്കാർ പണ്ട് അവൻ കളിക്കാണ്ട് ഒരു പെണ്ണിനെ താഴെ കടലിലുള്ള ആൾക്കാർ അർദ്ധരാത്രി കളിക്കാൻ കിട്ടൂല. ഭയങ്കര സംസ്കാരം. കുട്ടികൾ കെട്ടിപ്പിടിച്ചത്. കുട്ടികളുടെ പ്രായം അതാണ്. അവരുടെ പ്രായത്തിൽ അവർ അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ വൈകല്യമുണ്ട്. കുട്ടികളൊക്കെ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആ പ്രായം അതാണ് അവരത്. ഒന്നാമത്തെ ഈ മലവാണങ്ങൾക്കുള്ള കുഴപ്പം, മര്യാദക്ക് സ്കൂളിൽ പോയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ മിങ്കിളിങ് ഒന്നും നടക്കില്ല. ഇപ്പോൾ തോളത്ത് കൈയിട്ട് നടക്കണം, ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണം, കടിച്ച് പിടിച്ച് നിൽക്കണം. പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ കേസ് വരുമെന്ന് പേടിച്ചിട്ട്. കാരണം ഇവർ അപ്പം തന്നെ വീഡിയോ പിടിക്കും. സദാചാരം പറഞ്ഞാൽ ചെന്നാൽ ചുട്ട മറുപടിയും കൊടുക്കും. ചേട്ടൻ്റെ പണി നോക്ക്. ഞങ്ങളിവിടെ നിൽക്കണതിന് ചേട്ടൻ എന്താ വയ്ക്കും. പിന്നെ ഇവന്മാർ മറ്റേ സ്വഭാവം എടുത്താൽ അപ്പോൾ വീഡിയോ പിടിക്കും, പോലീസ് കംപ്ലൈൻ്റായി ചേട്ടനകത്ത് പോകും. അപ്പം സഹിച്ച് നിൽക്കുക, അസൂയ മൂത്തിട്ട്. അല്ലാണ്ട് ഇവർക്ക് എന്താ കുഴപ്പം? ആ പിള്ളേരത് ചെയ്തോട്ടെ. അവർ പ്രായപൂർത്തിയായ പിള്ളേരാണോ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യും. കാരണം ഈ മലവാണങ്ങൾ നിലവിളിച്ചിട്ട് എന്ത് കാര്യം. എന്തൊരു കരച്ചിൽ. ഈ അച്ഛനും അമ്മയെന്ന് ഇതെന്ന് അറിയണല്ലേ. കുട്ടി അവളുടെയൊക്കെ മുഖം തന്നെ പബ്ലിഷ് ചെയ്യണം, എന്നാലേ അവളൊക്കെ പഠിക്കുള്ളൂ. എന്ത് അവർക്കൊരളക്കില്ല അവരുടെ മുഖം പബ്ലിഷ് ചെയ്താൽ. അങ്ങനെ ചെയ്യാൻ മടിയില്ലാത്ത കുട്ടികൾക്ക് എന്ത് മുഖം. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാം. ഇവരിപ്പോൾ ഈ കരച്ചിൽ കരയുമ്പോൾ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 4500 പിള്ളേരാണ് പീഡിപ്പിച്ചേക്കണത്. പോക്സോ കേസ്. എത്ര കോംപ്ലിമെൻറ്റ്സ് ആയിട്ടുണ്ടാവും. എത്ര കുട്ടികൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. ഈ കുട്ടികളുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോകുമ്പോഴാണ് കുത്തി കിക്കിളിക്കഥ കേൾക്കാനാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ കുത്തി ചോദിക്കുമ്പോൾ പിള്ളേർ എന്തോ ഉണ്ടായതൊക്കെ പുള്ളി വിടാണ്ട് പറയും. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം കട്ടപ്പോക. പിന്നെ വൈദ്യ പരിശോധനയായി, ചൈൽഡ് ലൈനായി, കേസായി, കുട്ടീശ്വരമായി, പ്രശ്നമായി. ഒരു കിക്കിളി എന്നിട്ട് അത് മൂടി വെക്കുക. കേസ് ലീഗലി എടുക്കണം, അത് വേണം. ഇത് കൊട്ടിപ്പാടുക. അങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന കുട്ടി, പേര് പറയില്ല, മേൽവിലാസം വെളിപ്പെടുത്തില്ല. ആളുടെ തലയിൽ ഫൂഡുണ്ട്, അല്ലെങ്കിൽ എന്നെ കണ്ട കുമ്പളങ്ങ കെട്ടാണെന്ന് തോന്നണ അങ്ങനത്തെ അടയാളങ്ങൾ കൊടുക്കും. ഈ ആളെ പറഞ്ഞു കൊടുക്കും ഇത് ചെയ്തവനാ അല്ലെങ്കിൽ ചെയ്തവളാ. അതോടുകൂടി നാട്ടുകാർക്ക് ഉറപ്പായില്ല അതാരാ വിക്ടിമാരാന്ന് മനസ്സിലായില്ലേ. കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട ശിക്ഷ കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഇവിടുത്തെ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പുറത്ത് പറയാത്ത കേസ്. അപ്പോൾ 4500 ലീഗലി രജിസ്റ്റർ ചെയ്തത്. അത്രയും തന്നെ കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടാവും. അടുത്ത ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ അമ്മാവനോ, അല്ലെങ്കിൽ തൊട്ട് അത്ര ക്ലോസ് റിലേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അത് കേസാക്കണ്ട പറയും. അപ്പോൾ അത് പുറം ലോകം അറിയില്ല. അപ്പോൾ ഈ 4500 പ്ലസ് അത്രയും തന്നെ ഉണ്ടാവും. ഈ മുണ്ടാണ്ട് നിൽക്കണ കേസ് ഉണ്ടാവില്ല, ഒരു 2000 എങ്കിലും ഈ കുഞ്ഞുങ്ങൾ പുറത്ത് പറയാൻ മടിച്ചിട്ട്. എന്നിട്ടാണ് ഇവിടെ കോണത്തിലെ സദാചാരം കുത്തി വലിച്ചാണ് പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് കളിക്കാൻ പോകാണ്ടിരിക്കണമല്ലേ, അവർ കിസ് ചെയ്യേ. അതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു മധുര സ്മരണകൾ. ആ പ്രായം വന്നവനെ കിസ് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ അവൻ വേറെ പെണ്ണിട്ട് അവൻ്റെ പാട് നോക്കും. ഇപ്പോൾ ആരെങ്കിലും കെട്ടി അവളും ജീവിക്കും. ഈ കണ്ടുകൊണ്ടിരിക്കണവർക്കാണ് കഴപ്പ് മൂക്കണതേ, ചില്ലറ കഴപ്പല്ല. എത്ര സ്പീഡിലാണ് ആ വീഡിയോ വൈറലായത്. ഓരോരോ സദാചാര പേങ്ങന്മാരും കുലസ്ത്രീകളും. ഇപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ 70 വയസ്സുള്ള സ്ത്രീ ഇപ്പം തുടങ്ങും കുലസ്ത്രീകൾ. നിനക്ക് നാണമില്ലേ, എൻ്റെ അമ്മയും പെങ്ങാമാരൊന്നും കേൾക്കണില്ലേ. ഇതൊന്നും നടക്കാത്തവരുടെ രോദനമായിട്ടേ ഞാൻ കൂട്ടുള്ളൂ. സെക്സ് ചെയ്യണം, അതിനുള്ളത് തന്നെയാണ് ഈ അവയവം. അല്ലാണ്ട് വെറും മൂത്രം കഴിക്കാനാണെങ്കിൽ എന്തിനാ അങ്ങനത്തെ എക്സ്ട്രാ ആവശ്യമില്ലല്ലോ, അവിടെ ഒരു ഹോൾ ഇട്ടാൽ പോരെ. ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഉപയോഗത്തിനുള്ള അത് യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമസ്കാരം.